വീണ്ടും കരിങ്കൽ ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകി ഹൈക്കോടതിയുടെ ഉത്തരവ്. മൂപ്പൈനാട് വാളത്തൂർ ചീരമട്ടത്തെ വിവാദ കരിങ്കൽ ക്വാറിക്കാണ് പ്രവർത്തനാനുമതി നൽകിയത്. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ വരുന്ന ക്വാറിക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് 2023 ജൂൺ മാസം മുതൽ ക്വാറി പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ക്വാറിക്കെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രക്ഷോഭം നടത്തിയിരുന്നു. മൂപ്പൈനാട് ചീരമറ്റത്താണ് ക്വാറി പ്രവർത്തനം ആരംഭിച്ചത്. ജനവാസ മേഖല ആയതിനാൽ ക്വാറി പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വരികയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു. പ്രദേശത്തെ വാർഡ് മെമ്പർക്കടക്കം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 2 പോലീസ് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലൈസൻസ് നൽകിയെങ്കിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ആ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. പരാതികളെ തുടർന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ക്വാറിക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചത്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള 500 മീറ്റർ ദൂരം പരിധിക്കുള്ളിലാണ് ക്വാറി വരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് DDMA അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ ക്വാറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിശ്ചയിച്ച ദൂരപരിധിക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരം നേടിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്വാറിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ട് 2024 മാർച്ച് 22 ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ക്യാൻസൽ ചെയ്തതിന്റെയും DDMAയുടെ വയനാടിന്റെ ഉത്തരവിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ക്വാറി ലൈസൻസിംഗ് ഓഡി തോമസ് ഹൈക്കോടതി റിട്ട് സമർപ്പിച്ചു. ഹൈക്കോടതിയുടെ ജഡ്ജ് സിംഗിൾ ബെഞ്ച് ക്വാറിക്ക് അനുകൂലമായി ക്വാറി ലൈസൻസിന് അനുകൂലമായി ഉത്തരവിട്ടുണ്ടായി. അപ്പൊ അതിനെതിരെ ആ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്തിനെ വന്ന് സമീപിക്കുകയും കാണുകയും ചെയ്തതിന്റെ ഫലമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അജണ്ടയായിട്ട് ഈ ക്വാറി വിഷയം മുന്നോട്ട് വെച്ചത്. ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി അയക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പോകുന്നതിനും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി വന്നാൽ ലീഗൽ ഒപ്പീനിയൻ കൂടി വാങ്ങി വെക്കുന്നതിനും ഭരണസമിതി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ തീരുമാനം വയ്ക്കാനായിട്ട് എടുത്തത്. അപ്പീൽ നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഏകകണ്ഠേന തീരുമാനമെടുത്തിട്ടുണ്ട്. ക്വാറി പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രക്ഷോഭം തുടരുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മേപ്പാടി.